അബാക്കസ് ടൂൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, അബാക്കസ് ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതായത് ഒരേ സമയം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഫ്രീ ആയിട്ട് വരാൻ പാകത്തിന് വേണം നമ്മൾ അബാക്കസിനെ ഉറപ്പിച്ച് നിർത്താൻ. അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്താണ്, ഇടത് കൈ ഉപയോഗിച്ചാണ് നമ്മൾ അബാക്കസിനെ ഒരു പ്ലേസിൽ നിന്ന് മൂവ് ചെയ്യാണ്ട് പിടിച്ചു നിർത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? അതിൻ്റെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മൂവ് ചെയ്യാൻ പാകത്തിന് ബാക്കി 3 വിരലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അബാക്കസിനെ അതിൻ്റെ പ്ലേസിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. അതായത് ആ പ്ലേസിൽ നിന്ന് മാറാതെ ഉറപ്പിച്ച് നിർത്തുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബുക്കിൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻസിൽ നമ്മൾ വയ്ക്കേണ്ടത് റൈറ്റ് ഹാൻഡിലാണ്. അപ്പോൾ പെൻസിലിൻ്റെ നിബ്ബ് അടിയിലേക്ക് വരാൻ പാകത്തിന് വേണം നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പെൻസിൽ പിടിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിന് പിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അബാക്കസ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് 2 ഹാൻഡും സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ അബാക്കസിനെ ആ പ്ലേസിൽ ഉറപ്പിച്ച് നിർത്തുന്നു. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അബാക്കസിലെ ബീഡ്സിനെ മൂവ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാം.